ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് LDC എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 50 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു മോഡൽ പേപ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത്. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഞാൻ ഓപ്ഷൻസ് എല്ലാം വായിക്കുന്നില്ല, സമയം കളയേണ്ട, ആൻസർ മാത്രം പറയുന്നുള്ളൂ. ഓപ്ഷൻ സി ആണ്. 1921 ഏപ്രിൽ 23 അതിൻ്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, കലിത്തോക്കെ എന്ന കൃതി സമാഹരിച്ചത്. കലിത്തോക്കെ എന്ന കൃതി സമാഹരിച്ചത് ആരാണ്? രണ്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആരാണ്? നല്ലന്തുവനാറാണ്. നല്ലന്തുവനാർ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഏതാണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആണ്. 1961 ചേരിചേരാ പ്രസ്ഥാനം രൂപീകൃതമായ വർഷം. അഞ്ചാമത്തെ ചോദ്യം, ജപ്പാനിൽ അണുബോംബ് പ്രയോഗിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ജപ്പാനിൽ അണുബോംബ് പ്രയോഗിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഹാരി എസ് ട്രൂമാൻ ആണ്. ഹാരി എസ് ട്രൂമാൻ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്. അതിൻ്റെ ആൻസർ താപചാലനമാണ്. താപചാലനം. ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് താപചാലനം. അടുത്ത ഏഴാമത്തെ ചോദ്യം, ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ്. എട്ടാമത്തെ ചോദ്യം, ദേശീയ ജലഗതാഗത നിയമം 2016 നിലവിൽ വന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2016 ഏപ്രിൽ 12 അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 9ൻ്റെ ആൻസർ എ ആണ്. നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരി. പത്താമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ 10ൻ്റെ ആൻസർ ബി ആണ്. മുഴുപ്പിലങ്ങാടാണ്. മുഴുപ്പിലങ്ങാട് ബീച്ച്. 11, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യത്തിന് പറയുന്ന പേരാണ്. 11ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയും. ഓക്കെ, 12ാമത്തെ ചോദ്യം, ദേശീയ വികസന സമിതി സ്ഥാപിതമായത് എന്നാണ്? ദേശീയ വികസന സമിതി സ്ഥാപിതമായത് എന്നാണ്? 12ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1952 ഓഗസ്റ്റ് 6 ആൻസർ. 13, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? 13ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആരാണ്? KN രാജ് ആണ്. KN രാജ്. 14, നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? 14ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. 15, ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് ഏതാണ്? 15ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സെബി ആണ്. സെബി. 16ാമത്തെ ചോദ്യം, പഞ്ചായത്ത് രാജ് ആക്ട് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? പഞ്ചായത്ത് രാജ് ആക്ട് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 16ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? 73ാമത്തെ ഭേദഗതിയാണ്. 73ാമത്തെ ഭേദഗതി. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയും തെരഞ്ഞെടുപ്പ് രീതിയും നിശ്ചയിക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയും തിരഞ്ഞെടുപ്പ് രീതിയും നിശ്ചയിക്കുന്നത് ആരാണ്? 17ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആരാണ്? പാർലമെന്റ് ആണ്. പാർലമെന്റ്. 18, തന്നിരിക്കുന്നവയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 18ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. തപാലാണ്. തപാൽ. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ യോഗം നടന്ന വർഷം ഏതാണ്?
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ യോഗം നടന്ന വർഷം ഏതാണ്? 19ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1946 ഡിസംബർ 9 ആൻസർ. 20ാമത്തെ ചോദ്യം, ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? 20ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അംബേദ്കർ ആണ്. അംബേദ്കർ. 21 സമ്പന്നരിൽ നിന്ന് ഭൂമി ദാനമായി സ്വീകരിച്ച് ഭൂരഹിതർക്ക് സൗജന്യമായി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആചാര്യ വിനോബാവ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? 21ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഭൂദാന പ്രസ്ഥാനം. ഭൂദാന പ്രസ്ഥാനമാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത 22 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർപേഴ്സൺ ആരാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർപേഴ്സൺ ആരാണ്? 22ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നീലഗംഗാധരനാണ്. നീലഗംഗാധരൻ. അടുത്ത 23ാമത്തെ ചോദ്യം, ഇന്ദിര ആവാസ് യോജന നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആവാസ് യോജന നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? 23ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ആരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി. അടുത്ത ചോദ്യം, പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ്. 24ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതാണ്? മാതൃയാനമാണ്. മാതൃയാനം. 24ൻ്റെ ആൻസർ മാതൃയാനം. അടുത്തത് 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തരമന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തരമന്ത്രി ആരാണ്? 25ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആരാണ്? നിവേദിത പി ഹരൺ ആണ്. നിവേദിത പി ഹരൺ. 26 ജീവകം B9ൻ്റെ രാസനാമം എന്താണ്? ജീവകം B9ൻ്റെ രാസനാമം എന്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഫോളിക് ആസിഡ് എന്ന് പറയും. ഫോളിക് ആസിഡ്. അടുത്ത 27 IPV വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. IPV വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്. ആരാണ്? ജോഹന്നാസ് ഇ സാൽക്കാണ്. ജോനസ് ഇ സാൽക്കാണ്. 28 സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയുടെ പേരെന്താണ്? 28ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബാലമുകുളം. ബാലമുകുളമാണ് അതിൻ്റെ ആൻസർ. അടുത്ത് 29ാമത്തെ ചോദ്യം, വിയർ ആൻഡ് ടിയർ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എന്താണ്? വിയർ ആൻഡ് ടിയർ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? 29ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ആർത്രൈറ്റിസ് ആണ്. ആർത്രൈറ്റിസ്. 30 ശരീരകലകളെ ബാധിക്കുന്ന പൊള്ളൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ശരീരകലകളെ ബാധിക്കുന്ന പൊള്ളൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? 30ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? 4ാം ഡിഗ്രി. അടുത്ത 31ാമത്തെ ചോദ്യം, പ്രകൃതി സംരക്ഷണത്തിലുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത. വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത ആരാണ്? 31ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സുഗതകുമാരിയാണ്. 32 ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത. ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിലുള്ള വായുവിൻ്റെ വേഗത എത്രയാണ്? വായുവിലെ വേഗത എന്ന് പറയുന്നത് 32ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത. അപ്പോൾ ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലൂടെയുള്ള വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത 33 ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ 33ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. കുറവായിരിക്കും. വാഷിംഗ് മെഷീനിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഏതാണത്? അപകേന്ദ്ര ബലമാണ്. ഏതാണ്? അപകേന്ദ്ര ബലം. 35 ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? 35ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ഇലക്ട്രോൺ ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിശ്രിതം അറിയപ്പെടുന്നത്. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിശ്രിതം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 36ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? പ്രൊഡ്യൂസർ ഗ്യാസ് ആണ്. പ്രൊഡ്യൂസർ ഗ്യാസ്. 37 മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? 37ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറീഡിയം ആണ്. ഇറീഡിയം. 38 കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം ഏർപ്പെടുത്തിയ അക്കാദമി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കേരള ലളിതകലാ അക്കാദമിയാണ് ഏർപ്പെടുത്തിയത്? രാജാ രവിവർമ്മ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 39 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ട്രോഫി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ട്രോഫി ഏതാണ്? 39ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതാണ്?
കോൺകാഫ് കപ്പാണ്, കോൺകാഫ് കപ്പ്. 40 ചൈനാമാൻ എന്ന പദം ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനാമാൻ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ക്രിക്കറ്റ് ആണ്, ക്രിക്കറ്റ്. ചോദ്യം, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് തുടങ്ങുന്ന കവിത അല്ലെ കുമാരാശാന്റെ ഏത് കൃതിയിലെ വരികളാണ്? ഏതാണ്? 41ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നളിനി. 42 കേരളത്തിലെ വള്ളം കളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളം കളിയോടുകൂടിയാണ്? 42ന്റെ ആൻസർ എന്ന് പറയുന്നത്, അപ്പോൾ 42ന്റെ ആൻസർ എന്ന് പറയുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. 43 ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17 ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്നത്. 44ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണം ഏതാണ്? 44ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? പ്ലോട്ടർ ആണ്, പ്ലോട്ടർ. 46ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പാസാക്കിയ വർഷം? ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പാസാക്കിയ വർഷം? 46ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാണ്? 46ന്റെ ഓപ്ഷൻ സി 1971. 47 ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 47ന്റെ ആൻസർ ബി. ഏതാണ്? രാഷ്ട്രമഹിളയാണ്. 48 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? 48ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം. 49 വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയം എത്രയാണ്? അപ്പം 49ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 35 ദിവസമാണ്, 35 ദിവസം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാർക്കും രാജിക്കത്ത് സമർപ്പിക്കുന്നത് 50ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആർക്കാണത്? ഗവർണർക്കാണ്. അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. അപ്പോൾ ഇത്രയുമാണ് 50 ചോദ്യങ്ങൾ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.